ലോറിയിൽ നിന്നും സിമന്റ് ഇറക്കാൻ അനുവദിക്കില്ല എന്ന് കാട്ടിയായിരുന്നു CITUവിന്റെ സമരം. 17 ദിവസത്തെ പന്തൽ കെട്ടിയുള്ള സമരത്തിനൊടുവിൽ CITU പിന്മാറിയില്ല. സ്ഥാപന ഉടമ പ്രതിരോധിക്കാനാവാതെ കീഴടങ്ങി. നിൽക്കക്കളിയില്ലാതെ സിമന്റ് ഗോഡൌൺ പൂട്ടി. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിനിടയിലും സ്ഥാപനം നടത്തിക്കൊണ്ടുപോവാൻ ശ്രമിച്ചെന്നും CITU ഒരു തരത്തിലും അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് താഴിടേണ്ടി വന്നതെന്നും പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് ഉടമ. CITU തൊഴിലാളികൾ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കട തൽക്കാലം അടച്ചിട്ടിരിക്കുകയാണ്. അല്ലാതെ വേറെ മാർഗം എൻ്റെ ഇതിൽ കാണാനില്ല. പോലീസിൻ്റെ സഹായം ഇല്ല. പോലീസ് പക്ഷേ ഇപ്പോൾ ഒരു പ്രാവശ്യം പോലീസ് വന്നിട്ട് ഇവരെ റിലീസ് ചെയ്തിട്ട് കാര്യങ്ങൾ ഇറക്കാൻ സമ്മതിക്കും. വീണ്ടും കയറ്റാൻ സമയത്ത് തടുക്കും. ഇറക്കലും കയറ്റലും പോയി വരും. ഞങ്ങൾ പോലീസിനെ വിളിക്കണം. ഏത് സമയം പോലീസിനെ വിളിക്കുമ്പോൾ നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയണില്ല. യന്ത്രസഹായത്തോടെ ലോറിയിൽ നിന്നും ഗോഡൌണിലേക്ക് സിമന്റ് ഇറക്കാൻ സ്ഥാപന ഉടമയ്ക്ക് ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവുണ്ട്. ഇതൊന്നും അംഗീകരിക്കാൻ CITU തയ്യാറല്ല. ഒരേ സമയം 2 തൊഴിലാളികൾക്ക് ജോലി നൽകാമെന്ന നിലപാടിനോട് യോജിക്കാനാവില്ലെന്നും 6 പേരെ പണിക്ക് കൂട്ടിയില്ലെങ്കിൽ സ്ഥാപനം പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്നുമായിരുന്നു CITU ആവർത്തിച്ചത്. ജില്ലാ ലേബർ ഓഫീസർ ഉൾപ്പെടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. നമ്മോടൊപ്പം ശരിയാണ്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? പ്രശ്നം തൊഴിലാളികൾ പറയുന്നു, നിങ്ങൾ ചുമട്ടിറക്കാൻ അവരെ അനുവദിക്കുന്നില്ല, അവരെ ജോലിക്ക് എടുക്കുന്നില്ല എന്ന് പറയുന്നു. എന്താണ് അവസ്ഥ? ഞങ്ങൾ ഇവിടെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഈ മുംബൈ, ചെന്നൈ, ബാംഗ്ലൂരൊക്കെ ഉള്ള ഒരു കമ്പനിയാണ്. ഞങ്ങൾ ഇവിടെ ഈ കേരളത്തിൽ ഒരു എക്സ്ക്ലൂസീവ് ഫ്രൂട്ട്സിന്റെ ഒരു കോൾഡ് സ്റ്റോറേജ് ഇല്ല. ആ ഒരു കോൾഡ് സ്റ്റോർ ഇവിടെ പണിത് എന്നുള്ളൊരു തെറ്റ് ഞങ്ങൾ ചെയ്തു പോയി. ആ തെറ്റാണ് ഞങ്ങളുടെ തെറ്റ് ചെയ്തത്. കാരണം ഇത് എടുത്ത അന്ന് ഫസ്റ്റ് കണ്ടെയ്നർ വന്ന് തുടങ്ങിയപ്പോൾ പ്രശ്നമാണ്. ഞങ്ങൾ ഇവരെല്ലാവരും കാണിച്ചു കൊടുത്തു. ഇത് നമ്മുടെ ഫോർക്ക് ലിഫ്റ്റ് ചെയ്ത് കാര്യങ്ങൾ, ഇതെല്ലാം ആ ബന്ധമുള്ള കാര്യങ്ങളാണ്. ഫോർക്ക് ലിഫ്റ്റ് വഴി വന്നു സാധനം. അതേപോലെ പാലറ്റൈസസ് നമ്മൾ കുറെ പല രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. കാരണം നമ്മുടെ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇവ ഹാൻഡ് ചെയ്യുന്ന ഫ്രൂട്ട്സ് പെരിഷബിൾ ആണ്. ഞങ്ങൾ ഈ തൊഴിലാളികൾക്ക് എതിരല്ല. തൊഴിലാളിക്ക് ഞങ്ങളുടെ മറ്റുള്ള സ്ഥാപനങ്ങളുണ്ട്. 160-ൽ പല കുടുംബങ്ങൾ ഞാൻ ജീവിക്കുന്നുണ്ട്. എനിക്ക് ഇവരെ കുടുംബം മുട്ടി എന്തിട്ട് കാര്യമുണ്ടോ? ആർക്കും എതിരല്ല. ഞങ്ങൾ ആർക്കും എതിരല്ല. പക്ഷെ ഈ ഒരു ജോലി അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. ഇത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഫുള്ള് ഫോർക്ക് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനം മേളിലേക്ക് കൊണ്ടുവയ്ക്കുക, ഇത് വെക്കുക, പിന്നെ അതിൽ വന്നിട്ട് അതിൽ ബഹളം വെക്കുക എന്ന് പറഞ്ഞ കാര്യമില്ല. പലതവണ ഇടയ്ക്കിടയ്ക്ക് വരും ബഹളം വെക്കും. ഓർഡർ ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഇത് പ്രശ്നമില്ല. ഞങ്ങളെതിരല്ല. എങ്ങനെ ഇവിടെ ജീവിക്കണ്ടേ? ഞങ്ങൾ ചെയ്തൊരു അബദ്ധമാണോ ഇത്? എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവ്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഒരു സപ്പോർട്ട് എന്നെ പോലൊരു സാധാരണക്കാരന് വേണം. താങ്കളുടെ സ്ഥാപനത്തിൽ തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കേണ്ട ജോലികളൊന്നുമില്ല. തൊഴിലാളി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഓട്ടോമേഷൻ ആണ്. നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ അവിടെ അറിയാൻ പറ്റും. ഞങ്ങൾ എല്ലാം ഫോക്ക് ലിഫ്റ്റ് ആണ്. അതുപോലെ കൈകാര്യം ചെയ്യുന്ന അതൊക്കെ ഒരുപാട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. നമുക്ക് ഇപ്പൊ ബഹുമാനപ്പെട്ട കോടതി അതുപോലെ ഗവൺമെന്റിന്റെ ഒരു ഹെൽപ്പ് വേണം. സാധാരണക്കാരനെ എന്റെ അവസ്ഥ ഇതാണ്. ഞങ്ങൾക്ക് വലിയ പിടിപാടൊന്നുമില്ല. പക്ഷെ ഇതിനൊന്ന് നിങ്ങൾ ഇടപെട്ട് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. എല്ലാ നേതാക്കളോടും രാഷ്ട്രീയ ഭേദം നമ്മൾ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമാണ്. അല്ലാതെ എന്ത് ചെയ്യും സുഹൃത്തെ? ഞാൻ ഇവിടെ മുംബൈയിൽ ചെയ്യുന്നു. എന്റെ ബിസിനസിന് 80% കമ്പനി മുമ്പോട്ട് അവിടെ കൊണ്ടുവരുന്നു. എന്റെ നാട്, എന്റെ സ്ഥലം, എനിക്കൊരു ആഗ്രഹമില്ല ഇവിടെ ഒരു ഓഫീസ് കൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് വേണം എന്നുള്ളത്. ഇവിടെ വന്നു ചെയ്തു. അത് കണ്ടിട്ട് അതിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തിക്കുമോ? ഞങ്ങൾ ഒന്നിനെതിരാന്ന് എത്രയായി പറയണു. ഇത് കണ്ടിട്ട് ആർക്ക് വരെ അവിടെ സംബന്ധം നടക്കുന്നുള്ളത്. ബാംഗ്ലൂർ ചെയ്യുന്നു, ചെന്നൈ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല. ഒരു കേരളീയനെ അല്ലാത്ത ഞാൻ അവിടെ പോയി അവിടെയുള്ള എല്ലാവരും ഞങ്ങൾക്ക് ഇത്തിരി സപ്പോർട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇവരായിട്ട് ചർച്ചയ്ക്ക് നിൽക്കില്ല. ഞങ്ങൾ കോട്ടയോടാഴ്ച ഇവർ ഓരോന്ന് ഇപ്പൊ ഇന്ന് കൊടുത്ത സംഭവമാണ്. പുതിയൊരു കേസാണ്. ലക്ഷോർ ഹോസ്പിറ്റലിലുള്ള രോഗികൾക്ക് ഉറങ്ങാൻ പറ്റണില്ല ഈ ഒരു സ്ഥാപനം കാരണം. അപ്പൊ മനസ്സിലായില്ലേ, നമ്മൾ ഒന്നിൽ പരാജയപ്പെട്ട അടുത്ത ഒരു, അതായത് ഇവർ ശരിയാണ്, ഇവര് പറയുന്നിടത്ത് നടക്കുള്ളൂ. മുതലാളിമാരൊന്നും ഇപ്പൊ മുതലാളിമാരുടെ അവസ്ഥ ആർക്കാതിരിക്കാൻ വേണ്ടി എത്ര വലിയ ശബ്ദമല്യങ്ങളോ അത് നിങ്ങളകത്തുനിന്ന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ലൈസൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഫയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞതാണ്. ഇനി ഇതിന് ഏതെങ്കിലും ഡോക്യുമെന്ററി ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ ഇവിടെ? നാളെ ഒരു കോർട്ട് ഓർഡർ കൊണ്ട് മാത്രം ജീവിച്ചു പോകാനുള്ള അവസ്ഥ കേരളത്തിലില്ല. എന്റെ പ്രിയപ്പെട്ട എന്റെ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കോടതി നമ്മളൊന്നും ജീവിക്കാൻ അനുഭവിക്കും. എന്താ ചെയ്യണ്ടേ? 12 കോടിയുടെ മേളിൽ മുടക്കിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് കേരള ഭാഗത്ത് ഒഫീഷ്യൽ ലെറ്റർ ഇൻവിറ്റേഷൻ കിട്ടിയ ഒരാളാണ്. 160 കോടി ടേൺ ഓവർ ചെയ്തൊരു കമ്പനിയിൽ ഞങ്ങളൊരു പുതിയ പ്രോജക്ട് വീണുമായി ബന്ധപ്പെട്ട് തന്നെ സംസാരങ്ങളൊക്കെ നടന്നു. ഇതാണ് അവസ്ഥ. നമ്മൾ പരിഹാരം എന്ന് പറയുന്നത് അത് നേരായ ഒരു പരിഹാരമല്ല അവർക്ക് ആവശ്യം. നേരായ പരിഹാരം ആവശ്യമെങ്കിൽ ഇതല്ല. കാരണം ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ അവര് തൊഴിലാളിയുടെ കാര്യവും മാറ്റി. ഇപ്പൊ പറഞ്ഞ പരിസ്ഥിതി പ്രശ്നങ്ങള്, രോഗികൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അതായത് നമ്മൾ അവിടെ ഇതാണ് അവസ്ഥ. അവര് നമ്മൾ അതിൽ തോറ്റവർ ഇതിൽ പിടിക്കും. നാളെ വേറൊരു സംരംഭമായിട്ട് വരും. എന്നെ പൂട്ടിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് അത് ഈസിയാണ്. നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇതാണ്. എന്നെ അടച്ചു പൂട്ടാന്നുള്ള അവർക്ക് ഈസിയാണ്. ഞാനത് അഗ്രി ചെയ്യുന്നു. നിങ്ങൾ പൂട്ടി അടക്കി എന്തെങ്കിലും ചെയ്യും. ഞാൻ ഇവിടെ നിന്ന് മാറാം. 100-150 കുടുംബങ്ങൾക്ക് ഞാൻ കൊടുക്കേണ്ടി. ഇപ്പൊ ഭായിമാരെ കാര്യങ്ങൾ എന്താ ഇവിടെ ചെയ്യും? ഇവരെ കൊണ്ട് ഏൽപ്പിക്കാത്ത എന്താ? ഫ്രൂട്ട്സ് മേഖലയിൽ അനുഭവിക്കുന്ന വിഷയങ്ങൾ നമുക്കറിയാം.
അത് ഫോക്ക് ലിഫ്റ്റുമായി നമ്മൾ വന്ന് നോക്കിയാൽ നമുക്ക് പെരിഷബിൾ ഗുഡ്സ് ആണ് ഇത് ഹാൻഡിൽ ചെയ്ത് ഇവർ തലയിലിട്ട് വിട്ടിട്ട് ഇവർ പറയുന്നു 0 ടെമ്പറേച്ചർ ഒരു കോൾഡ് സ്റ്റോറേജാ. ഞാൻ ഇവരോട് 0 ടെമ്പറേച്ചർ അകത്ത് 5 മണിക്കൂർ ഒരുമിച്ച് അവിടെ നിൽക്കാൻ പറ്റുമോ? 5 മണിക്കൂർ അകത്ത് ഇവിടെ 1 മണിക്കൂർ ഈ 0 ടെമ്പറേച്ചർ ഇവർ അകത്ത് നിന്ന് കഴിഞ്ഞാൽ അടുത്ത പ്രശ്നമായിട്ട് വരില്ല ഇവരെ കൊണ്ട് സംഭവിക്കോ? ശരി, നിങ്ങൾ വന്നിട്ട് ഓക്കെ ആണെങ്കിൽ ഇവർ ജോലി ചെയ്തോട്ട്, ജോലിക്ക് ഒന്നിനും ഞങ്ങൾ എതിരല്ല. ഇത്രയും കുട്ടികൾ ആ നാട്ടുകാർക്ക് ജോലി കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്തിനാ എതിരിക്കണം? എന്റെ നാട്ടിൽ വന്നിട്ട് എന്റെ നാട്ടിൽ എനിക്ക് അവസ്ഥ ഇതാണെങ്കിൽ ശരി, ഞങ്ങൾ അടയ്ക്കാൻ പോവാം, വേറെ എന്തൊക്കെ ചെയ്യാനാ? ബഹുമാനപ്പെട്ട എന്റെ രാഷ്ട്രീയ നേതൃത്വത്തിലാണ് പറയുന്നത് ഇതാണ്. ഞാനൊരു പ്രവാസിയായിരുന്നു. പ്രവാസത്തിൽ ഇവിടെ വന്നത് ഇതൊക്കെ എന്നെപ്പോലെ ഒരുപാട് പ്രവാസത്തിൽ ഇവിടെ വന്ന് നാട്ടിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പലരും സ്ഥാപനം, അവരോട് എന്റെ ഒരു നിർദ്ദേശം, നിങ്ങൾ വരുന്ന മുമ്പ് ആദ്യം നിങ്ങളുടെ ഫോട്ടോ ഓർഡർ ഒന്നുമല്ല, നാട്ടിലെ ഈ ചെറിയ ചെറിയ തൊഴിലാളികളെ നിങ്ങൾ പോയി കണ്ട് അവർ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ തുടങ്ങിക്കോ.